മനുഷ്യൻ സാമൂഹിക ജീവിയാണെന്ന് പറയാറുണ്ട്. ഒറ്റയ്ക്ക് അധികകാലം അതിജീവിക്കാൻ കഴിയാത്തതുകൊണ്ടും മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ പറ്റാത്തത് കൊണ്ടുമാകാം മനുഷ്യന് ഇങ്ങനെ ഒരു വിശേഷണം കൂടി കിട്ടിയത്. പ്രിയപ്പെട്ടവരൊക്കെ എപ്പോഴും നമ്മുടെ ചുറ്റിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യർ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഒരു വലയം തന്നെ ചുറ്റും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മനുഷ്യർ. എന്നാൽ ഒരു ദിവസമോ ഒരു വർഷമോ അല്ല, നീണ്ട 18 വർഷങ്ങൾ ഒരു വിജനമായ ദ്വീപിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതും ഒരു സ്ത്രീയെക്കുറിച്ച്. ലോസ് ഏഞ്ചൽസിൽ പടിഞ്ഞാറ് 53 മൈൽ അകലെയുള്ള സാർ നിക്കോളാസ് എന്ന വിദൂര ദ്വീപിലാണ് അവൾ താമസിച്ചിരുന്നത്. പലരും അവൾക്ക് അവരവർക്ക് ഇഷ്ടമുള്ള പേരുകൾ വിളിച്ചു. ചിലർ അവളെ വൈൽഡ് വുമൺ എന്നും ലോസ്റ്റ് വുമൺ എന്നും വിളിച്ചു. കത്തോലിക്ക പുരോഹിതന്മാർ ജുവാന മരിയ എന്ന് സ്നാനപ്പെടുത്തി. അവളെക്കുറിച്ചെഴുതിയ പുസ്തകത്തിൽ കഥാകൃത്ത് കരന എന്ന് അവളെ വിളിച്ചു. അവളുടെ യഥാർത്ഥ പേര് എന്താണെന്ന് ഇന്ന് അത് ആർക്കും വ്യക്തമല്ല. ജുവാന മരിയയുടെ ഗോത്രം നിക്കോളാനോസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തിമിംഗലത്തിൻ്റെ എല്ലുകളും മരച്ചില്ലകളും കൊണ്ട് നിർമ്മിച്ച കുടിലിന് മുന്നിൽ നിന്നാണ് 1853 ആളുകൾ അവളെ കണ്ടെത്തിയത്. ഏകദേശം 10,000 വർഷത്തോളം ആ ദ്വീപിൽ നിക്കോളാനോസ് വർഗത്തിൽപ്പെട്ടവർ താമസിച്ചിരുന്നു. ജുവാന മരിയ ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവിടെ ഒരു വലിയ ദുരന്തം നടന്നു. റഷ്യൻ രോമക്കച്ചവടക്കാരും അതേപോലെ അലാസ്കർ കടൽ വേട്ടക്കാരും അവളുടെ ഗോത്രത്തെ ആക്രമിക്കുകയായിരുന്നു. അവർ അവിടുത്തെ പുരുഷന്മാരെ കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. 1835 ആയപ്പോഴേക്കും 300 പേരുണ്ടായിരുന്ന ആ ഗോത്രസ്ഥാനത്ത് ആളുകളുടെ എണ്ണം 20 കുറഞ്ഞു. ആ വർഷം തന്നെ ജുവാന മരിയയുടെ മുഴുവൻ ഗോത്രത്തെയും സാൻ നിക്കോളാസ് ദ്വീപിൽ നിന്ന് അവർ കപ്പലിൽ കയറ്റിക്കൊണ്ടുപോയി. പക്ഷേ അവൾ മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ടു. പിന്നീടുള്ള 18 വർഷക്കാലം ആ ദ്വീപിൽ അവൾ ഏകാന്ത ജീവിതമാണ് നയിച്ചത്. പക്ഷികളുടെ തൂവലുകളിൽ നിന്നും അതുപോലെ ഇലകളിൽ നിന്നുമൊക്കെ വസ്ത്രമുണ്ടാക്കി അവൾ നാണം മറച്ചു. അതേപോലെ താറാവുകളെയും മത്സ്യങ്ങളെയൊക്കെ പിടിച്ച് ഭക്ഷിച്ച് ജീവിച്ചു. അവ്യക്തമായൊരു പ്രാദേശിക ഭാഷയാണ് അവളെ കണ്ടെത്തുമ്പോൾ സംസാരിച്ചിരുന്നത്. അങ്ങനെ രക്ഷാപ്രവർത്തകർ അവളെ സാന്താ ബാർബറയിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും വർഷങ്ങൾക്ക് മുമ്പ് രക്ഷപ്പെട്ട ബാക്കി ഗോത്രക്കാർ എല്ലാവരും മരിച്ചിരുന്നു. അവൾക്കാണെങ്കിൽ നാട്ടിൽ ആരുമായും ഒരു ആശയവിനിമയം നടത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഭാഷ അറിയാത്തതിനാൽ അവളുടെ കഥ ആരോടും പറയാൻ അവൾക്ക് സാധിച്ചുമില്ല. എങ്കിലും കാണാൻ വന്നവർക്കായി അവൾക്കറിയുന്ന പാട്ടുകളും നൃത്തങ്ങളും അവതരിപ്പിച്ചിരുന്നു. നാട്ടിലെത്തിയ കുതിരകളും കെട്ടിടങ്ങളും കണ്ട് അവൾ അത്ഭുതപ്പെടുകയുണ്ടായി. അതേപോലെ കാപ്പിയും മദ്യവും അവൾ ആസ്വദിച്ചാണ് കുടിച്ചിരുന്നത്. എന്നിരുന്നാലും സാന്താ ബാർബറയിൽ എത്തി 7 ആഴ്ചകൾ മാത്രമേ അവൾ ജീവിച്ചിരുന്നുള്ളൂ. വിജനമായ ദ്വീപിൽ വൃത്തിഹീനമായ ചുറ്റുപാടിൽ ജീവിച്ചപ്പോഴും അസുഖങ്ങൾ ഇല്ലാതെ ആരോഗ്യകരമായ ജീവിതം നയിച്ചവൾ ബാർബറയിൽ എത്തിയപ്പോൾ രോഗപ്രതിരോധ ശേഷി ഇല്ലാതെ ദുർബലയായി. ഒടുവിൽ വയറിളക്കം ബാധിച്ച് 1853 ഒക്ടോബർ 19 ദാരുണമായി മരണപ്പെടുകയായിരുന്നു. ഒരുപക്ഷെ ഏകാന്ത ജീവിതത്തിൽ നിന്നുള്ള പറിച്ചുനടൽ അവൾക്ക് മനസ്സുകൊണ്ട് താങ്ങാനാകാത്തതാകാം ചിലപ്പോൾ മരണത്തിന് ഇടയാക്കിയത്. നമ്മളൊക്കെ നമ്മുടെ തെരുവുകളിലൂടെ കാണാറില്ലേ, നാടോടി സ്ത്രീകളുടെ ഒക്കത്തും അരയിലും മാറാപ്പിലുമൊക്കെ ചെറിയ കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് വെയിലുമില്ല, മഴയുമില്ല, മഞ്ഞുമില്ല, തണുപ്പുമില്ല, അവർക്കൊരു പുതപ്പ് പോലുമില്ല, ഒരു വസ്ത്രം പോലുമില്ല എന്നൊക്കെ നടക്കുമ്പോൾ നമ്മൾ മൂക്കത്തി വിരൽ വെച്ച് പറയാറുണ്ടല്ലോ, ആ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു മഴ നനഞ്ഞാൽ മതി ജലദോഷവും പനിയും വന്ന് മൂടിപ്പുതച്ച് കിടന്ന് ആശുപത്രിയിൽ പോകാൻ. അതാണ് പ്രകൃതിയോട് ഇണങ്ങുമ്പോൾ ഒരു അസുഖങ്ങളും വരില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം.